ബിഗ് ബോസ് സീസൺ 6ൻ്റെ തുടക്കം തന്നെ അപ്രതീക്ഷിതമായൊരു പുറത്താവലായിരുന്നു രതീഷിൻ്റേത്. നമ്മളൊട്ടും പ്രതീക്ഷയില്ല രതീഷ് പുറത്താവുന്നത്. പിന്നീട് ഇങ്ങോട്ടും അപ്രതീക്ഷിതമായ പുറത്താകൽ ഒരുപാടുണ്ടായിരുന്നു. അതിൽ അപ്സരയുടേതും അൻസിബയുടേതും നമ്മൾ പ്രേക്ഷകർ ഞെട്ടിയ രണ്ട് പുറത്താവലായിരുന്നു. തുടർന്ന് വന്ന സിജോയുടെ പുറത്താവലും അങ്ങനെ തന്നെയായിരുന്നു. നോറയുടെ പുറത്താവലൊക്കെ നമ്മൾ ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെ പറയാം. ജോൺമണി ആയാലും നോറയായാലും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പുറത്താവൽ തന്നെയായിരുന്നു. പക്ഷേ അപ്സര, അൻസിബ, രതീഷ് ഇവരുടെ പുറത്താവൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതേപോലെ തന്നെ ടോപ്പ് 5 എന്നൊരു കാറ്റഗറിയിലേക്ക് തന്നെയാണ് ബിഗ് ബോസ് സീസൺ 6 ഇനി കടക്കാൻ പോകുന്നത്. നിലവിൽ സിജോ അടക്കം 7 മത്സരാർത്ഥികളായിരുന്നു. ഇപ്പോൾ സിജോ പുറത്തായി നിലവിൽ 6 മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളത്. അതിൽ 6ാം പൊസിഷനിൽ നിൽക്കുന്നത് ഋഷിയാണ്. അങ്ങനെ മിഡിൽ എവിക്ഷനിലൂടെ ഋഷി പുറത്താവും എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഋഷി പുറത്താവുന്നതോടുകൂടി ടോപ്പ് 5 എന്ന ഒരു സിസ്റ്റത്തിലേക്ക് ബിഗ് ബോസ് സീസൺ 6 കടക്കും. ഫിനാലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയാണ് മത്സരങ്ങൾ കടക്കുന്നതും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ പുറത്താവലുകൾ സംഭവിക്കുന്നതും. എന്തായാലും ഋഷിയുടെ പുറത്താവലും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു പുറത്താവൽ തന്നെയായിരിക്കും. പ്രേക്ഷകരുടെ പിന്തുണ കാര്യത്തിലൊക്കെ ഋഷി വളരെ മുന്നിൽ തന്നെയായിരുന്നു. എങ്കിൽ കൂടി വോട്ട് കുറച്ച് കുറവായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഋഷിയേക്കാൾ ഒരു പിടി മുന്നിലായിരുന്നു മറ്റു മത്സരാർത്ഥികൾ കണ്ടന്റ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ. ഋഷിക്ക് അൻസിബ പുറത്തായതിനു ശേഷം കുറച്ച് വോട്ടൊക്കെ കൂടിയിരുന്നു, അൻസിബ ഫാൻസിൻ്റെ വോട്ടൊക്കെ കൂടിയിരുന്നു. പക്ഷേ ഋഷിക്ക് നല്ല കണ്ടന്റ് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ നെഗറ്റീവ് ഒന്നുമില്ലാതെ വളരെ വന്ന മികച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ്. നെഗറ്റീവ് കാര്യങ്ങൾ ഒന്നുമില്ലാതെ നല്ലൊരു ഇമേജോട് കൂടി തന്നെയായിരിക്കും ഋഷിയും പുറത്തേക്ക് പോകുന്നത്. മിഡിൽ എവിക്ഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിൽ ഋഷിയാണ് പുറത്താവുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.